നിലനിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ പ്രവണതയായി ഈ മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം പറയുന്നു. ഇത്തരത്തിൽ ആദായമുണ്ടാക്കാൻ വേണ്ടി വീഡിയോകളും മറ്റും എടുത്തിട്ട് നമുക്കെല്ലാം അറിയാം, അതിൻ്റെ പേരിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള നിഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നു. ഇതിൻ്റെ ഭാഗമായി കുറച്ച് മുമ്പ് ഇതുപോലെ സംഭവം ഉണ്ടായി. 2 ആഴ്ച മുമ്പ് നമുക്ക് ഉണ്ടായതായിട്ട് ഇവരെന്നോട് പറയുകയുണ്ടായി. വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം. കാരണം എന്തെങ്കിലും സ്ത്രീകളോട് ബന്ധപ്പെട്ട സംഭവമാക്കി മാറ്റിക്കൊണ്ട് അതിന് കൊടുപ്പുന്തെങ്കിലും വെച്ച് അതിനെ ഒരു കഥയാക്കി, സ്റ്റോറിയാക്കി ലോകമെമ്പാടും പ്രചരിപ്പിക്കുക. അതിലൂടെ കിട്ടുന്ന ഈ അത്യന്താധുനികമായ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ആളുകൾ കേരളത്തിൽ അമിതമായി വർദ്ധിച്ചു വരികയാണ്. ഞാനതിലെ പുരുഷനോ സ്ത്രീയൊന്നും പറയുന്നില്ല. ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു രാജ്യം എങ്ങോട്ട് പോകും, നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകും എന്നുള്ള അപകടം പതിയിരിക്കുന്നു. പക്ഷെ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, ഞാനിവിടെ വന്ന പോലീസ് മൊഴിയെടുക്കുമ്പോഴും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവിചാരിതമായിട്ട് ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് പോകാൻ വിചാരിച്ച് വന്നതാണ്. പക്ഷെ അത് കണ്ട അവസരത്തിലാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവത്തിൽ ഇവിടെ പോലീസ് എത്തിയത് 8:30-ക്കാണെന്നാണ് ഞാൻ എല്ലാവരോടും ചോദിച്ചത് മനസ്സിലാക്കി. ഞാൻ ചോദിച്ചതിന് പ്രത്യേക കാരണമുണ്ട്. എത്ര മണിക്കാ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പ്രകാരം ഒരാളുടെ ഫോണിൽ നിന്നാണ് ഞാൻ എടുത്തത്. ഇൻഫർമേഷൻസ് ടു പോലീസ് സ്റ്റേഷൻ, ഫസ്റ്റ് ഇതിനെപ്പറ്റി വിവരം ഈ പോലീസിൻ്റെ ശ്രദ്ധയിൽ വരുന്നത് എത്ര മണിക്കാണ്? 10:15-ന്. അവരെഴുതിയിരിക്കുന്ന റെക്കോർഡാണ്. ഞാനിപ്പോൾ ഒന്ന് കണ്ടതാണ്, ഇവരുടെ ഫോണിൽ കാണിച്ചതാണ്. ഞാൻ FIR കോപ്പി എടുത്തത്. 10:15 സംഭവം നടക്കുക. 10:15-ലാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇൻഫർമേഷൻ റിസീവ്ഡ് ഇൻ ദ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന് മുമ്പ് അവർക്ക് ആർക്കും അറിയില്ല. അവർ പറയുന്നത് 8:30 മണിക്ക് വിവരം അറിയിച്ചിട്ട് പോലീസ് വന്നു. അവരെന്താ, ഒരു അസാധാരണ മരണം, ഭൂമി മരണം എന്നുള്ള നിലയ്ക്കാണ് പിന്നുള്ള രേഖകളല്ല. ഇവരെല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒന്നിൻ്റെ ഫലമായിട്ട് മനം നൊന്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അബറ്റമെന്റ് ചികിത്സയാണ്. അത് ഇപ്പോൾ 10 കൊല്ലം വരെയും മുമ്പ് 16 കൊല്ലം ഉദ്യോഗരെന്ന് പറയുന്നത് അഭിശിക്ഷിക്കുന്ന ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാൻ ഇടയായ ഇമ്മീഡിയറ്റ് കോസ് എന്നാണ് പറയുന്നത്. ആ ഇമ്മീഡിയറ്റ് കോസ് എന്താ? ഇതല്ലേ? അത് ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു എന്ന് ഞാൻ അനുമാനിക്കുന്നു. എനിക്ക് പറയാം, ഞാൻ ആ റെക്കോർഡ് കണ്ട് ഇവർ കാണിച്ച FIR-ന്റെ ഫോട്ടോ കോപ്പി മാത്രം, മൊബൈൽ ഫോണിലെ കോപ്പി മാത്രം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇൻക്വസ്റ്റിനുള്ള ആളുകളും ഇവരോടും എല്ലാം ചോദിച്ചു. പക്ഷേ അങ്ങനെ 8:30-ക്ക് ഡെഡ് ബോഡി കൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ അയാൾ വേറൊരു കാരണവുമില്ല ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാ? എന്താ, പോലീസുകാർക്ക് മാത്രം വിവരമില്ല. ഏത് കുട്ടികൾക്ക് പോലും അതിപ്പോൾ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ അറിയാം. ആ കുറ്റത്തിലെ പ്രധാനപ്പെട്ട ഘടകം അതാണ്, ഇമ്മീഡിയറ്റ് കോസ് ഫോർ ദ അബറ്റ്മെന്റ് പ്രോസസ്.